തൂങ്ങാനിരുന്ന പട്ടീൻ്റെ തലയിൽ തേങ്ങ വീണ അവസ്ഥ എന്ന് കേൾക്കാത്ത ആൾ കുറവായിരിക്കല്ലേ. പക്ഷെ ഞാനത് കുറച്ച് ദിവസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് അസുഖങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു എൻ്റെ നെഞ്ഞത്ത് ചവിട്ടിയിട്ട് കടന്നു പോയത്. ഇതിൻ്റെ ഇടയിലും വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നില്ല അടങ്ങാത്ത ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. ഞാൻ 1-2 തട്ടിക്കൂട്ട് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ എടുത്തിരുന്നു. പക്ഷെ അത് പോസ്റ്റ് ചെയ്യാൻ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിച്ചില്ല. കാരണം കൺസിസ്റ്റൻസിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കണ്ടന്റ് ഞാൻ തട്ടിക്കൂട്ടി അപ്ലോഡ് ചെയ്യുന്നത് എന്നെ ജെന്യുവനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചിലരോടെങ്കിലും ചെയ്യുന്ന ഒരു ചതിയായിട്ട് എനിക്ക് തോന്നി. സോ ഐ തോട്ട് കുറച്ച് ടൈം എടുത്താലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ നോക്കാമെന്ന്. എന്നോട് തുടക്കത്തിൽ റിയലിസ്റ്റിക് ആക്രിലിക് റെയിനിൻ്റെ ഒരു പെയിന്റിങ് ചെയ്യാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെയിനിൻ്റെ കൂടെ ഒരു തവളയും കൂടി ഇരുന്നാൽ കുഴപ്പമില്ലല്ലോ അല്ലേ. ഇത് ഞാൻ വിഷു ദിവസം വരച്ച പെയിന്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി തവളക്ക് നീല നിറം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വന്നേ, ബ്ലൂ ഫ്രോഗ്സ് ആർ ഹൈലി പോയിസണസ്. ഗൂഗിൾ എന്നോട് അതന്നെ പറഞ്ഞേ. ഏതായാലും ഇപ്പോൾ വരച്ച സ്ഥിതിക്ക് ഞാനത് കാര്യമാക്കുന്നില്ല. ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. ഏതായാലും ബ്ലൂ അല്ലേ, അതവിടെ ഇരുന്നാട്ടെ. ഈ പെയിന്റിങ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് കുട്ടിക്കാലത്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത മഴക്കാലത്തെയാണ്. അന്ന് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴിയിൽ ഒരുപാട് വലുതും ചെറുതായ തവളകളെ ഞാൻ കണ്ടിട്ടുണ്ട്. തവളേനെ എനിക്ക് അന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എനിക്കിപ്പം ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല വീടിൻ്റെ അടുത്ത് 1-2 പൊട്ടക്കിണറുകൾ ഉണ്ടായിരുന്നു. അതിലും ഇതുപോലെ തവളകൾ കുറേ ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ പിള്ളേർ സെറ്റ് പൊട്ടക്കിണറിൻ്റെ അടുത്തൊക്കെ പോയി കുറേ കല്ലൊക്കെ എടുത്തെറിഞ്ഞ് പിന്നെ തൊട്ടടുത്തുള്ള തോടിലൊക്കെ പോയി തോട് കലക്കി മറിച്ച് വരിക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ ഒന്നാമത് ഇപ്പോൾ അസഹനീയമായ ചൂടും കൂടി ആയതുകൊണ്ട് മഴേനെ എനിക്ക് വല്ലാണ്ടെങ്കിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പെയിൻറ്റിങ് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ഡ്രോയിങ്സും പെയിൻറ്റിങ്സൊക്കെ ഞാൻ വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും മറക്കണ്ട.